ഇപ്പൊ കേക്കാവോ? ഇന്നലെ ആയിരുന്നു കേട്ടോ, രണ്ടാമത്തെ അറ്റാക്കാ, കുറച്ച് സീരിയസ് ആ കേട്ടോ. ഞാനിവിടെ ഉണ്ട്. ഓക്കെ. അതെ, എന്റെ ഡോക്ടർ വരാൻ സമയം, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഞാൻ എന്തായാലും വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ശരി എന്നോ. ഡോക്ടർ കറിയാച്ചന്റെ കൂടെ വന്നതാണ്. കറിയാച്ചന്റെ അനിയനാണ്, സ്വന്തമല്ല മകളുടെ അനിയനാണ്. ഇപ്പൊ അങ്ങനെ ഡോക്ടർ പുള്ളിക്കാരന്റെ ഭാര്യ വന്നിട്ടുണ്ട്. ഭാര്യയുണ്ട്, ഇപ്പൊ താഴെ ക്യാൻറ്റീൻ വരക്ക്. എന്താ ഡോക്ടർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്പം സീരിയസ് ആണ്, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു. പിന്നെ അധികം സങ്കടം ഉണ്ടാക്കുന്ന സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അയാളോട് ഇപ്പോൾ പറയാൻ പാടില്ല. എന്താ ഡോക്ടർ? പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം സന്തോഷമുള്ളോ സങ്കടമുള്ള കാര്യങ്ങൾ അയാളോട് പറയാൻ പാടില്ല. ഓക്കെ. രമേശാ, നീ എപ്പോ വന്നടാ? നീ അളിയന്റെ വീട്ടിൽ കൂടെ അടിച്ചു പൊളിക്കുവായിരുന്നല്ലേ? അടിച്ചുപൊളി. അവിടെ ചെന്നപ്പോ അളിയനും പെങ്ങളും ടൂർ പോയി. പിന്നെ അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയും മാത്രം. എന്നിട്ട് ഒരാഴ്ച മുടിഞ്ഞ ബോറടിയായിരുന്നു. പെട്ടെന്ന് അവിടുത്തെ വല്യപ്പൻ അങ്ങ് മരിച്ചു. പിന്നെ ഒരാഴ്ച നമ്മളെ ബന്ധുക്കളായിട്ടൊക്കെ അടിച്ചു പൊളിച്ച്. നമ്മുടെ കറിയാച്ചാൻ എന്താ പറ്റിയെന്ന് പറയുന്ന കേട്ടല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാം ഡോക്ടർ പറഞ്ഞതാ. ഒരാഴ്ച അതിന്റെ ഓട്ടമായിരുന്നു. കുട്ടിക്കാനത്ത് വകയിലോ ചിറ്റപ്പറം
എൻ്റെ അളിയ അവിടെ ഒന്ന് പോവാം. ദേ കടുവ ഇറങ്ങാത്ത കുഴി, ഒന്ന് കാല് തെറ്റി വീണാ പിറ്റേ ദിവസം രാവിലെ ആ സമയമായാലും നമ്മളവിടെ ചെല്ലാം. അവിടെ ചെന്നപ്പോൾ വേണ്ട പുള്ളി ചാകാൻ കിടക്കും. ആദ്യത്തെ 2 അന്ത്യകുർബാന പള്ളിയിലച്ചൻ കൊടുത്ത് ഏറ്റില്ല. 3ാമത്തെ തിരുവേനെ കൊണ്ട് കൊടുക്കുക ഏക്കോ നോക്കട്ടെ മൂത്തവൻ. എടാ നമ്മുടെ ലോട്ടറിക്കാരൻ സുരേഷ്. എടാ എന്താ പറ്റിയടാ? എന്താ പറ്റടാ? എന്താണ് കുഴപ്പം? എന്താ കാര്യം പറയാ? എന്തോ എന്താടാ? എന്താ പറ്റിയടാ എനിക്ക്? എനിക്കല്ലടാ, നമ്മുടെ കറിയാച്ചാൻ ലോട്ടറി അടിച്ചടാ, ലോട്ടറി. ഇതായിരുന്നു എത്ര വലിയ കാര്യം. എടാ കുഞ്ഞ്, അച്ഛൻ എപ്പോഴും 10-100 ഒറ്റ ലോട്ടറി അടിക്കുന്നത്. ഇതാണ് നീ ആനക്കാരായിട്ടെന്ന് പറഞ്ഞത്. എടാ ഇത് 10-100 ഒന്നും അല്ല, 2.5 കോടിയാ. 2.5 കോടി. 2.5 കോടി. ജോസൂട്ടി. എടാ സുരേഷ്, നമ്മുടെ ജോസൂട്ടി. എടാ നീയാണ് നോക്കണ്ട, നീയാണ് വീട്. എടാ സത്യമാണോ? 2500 അല്ലല്ലോ, 2.5 കോടി തന്നെയല്ലേ? എടാ സത്യമാ, 1ാം സമ്മാനം കറിയാച്ചാനാ. കഴിഞ്ഞ ആഴ്ച എന്റെ കയ്യിൽ ടിക്കറ്റ് വാങ്ങിച്ചു. എടാ നീ എന്തോ ജോസൂട്ടി വിളി. നീ പോയി വെള്ളം എടുത്തോണ്ടോ? ജോസൂട്ടിയെ സുരേഷ് വെള്ളം. എണീക്കടാ, എണീക്കടാ. സുരേഷേ, സത്യമാണോ അച്ഛൻ ലോട്ടറി അടിച്ച? സത്യമാണോ? ടിക്കറ്റ് കേട്. എടാ അതിന് ടിക്കറ്റ് അച്ഛൻ്റെ അല്ലടാ. എന്നാ അച്ഛനെ എടുത്ത് ചോദിക്കടാ നമുക്ക്. അച്ഛൻ ആശുപത്രിയിലല്ലടാ. നമുക്ക് ആശുപത്രി പോവാം. ഓ എടാ മണ്ട, നമുക്ക് ആശുപത്രി ചെന്നാലും അച്ഛനോട് ഈ കാര്യം പറയാൻ പറ്റത്തില്ലെന്ന്. അതെന്താടാ? ഓ എടാ ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഒരുപാട് സന്തോഷവും സങ്കടമുള്ള കാര്യം അച്ഛനോട് പറയല്ല. ഇത് പറഞ്ഞ അപ്പം തന്നെ അച്ഛൻ്റെ കാറ്റ് പോവും. എന്റെ ദൈവമേ, പറഞ്ഞ അച്ഛൻ്റെ കാറ്റും പോവും, പറഞ്ഞില്ലേ 2.5 കോടിയും പോവും. എടാ ഏതായാലും അച്ഛൻ അതുകൊണ്ട് ആശുപത്രിയിലൊന്നും പോകുന്നില്ല. അത് ഇവിടെ തന്നെ കാണും. നമുക്ക് നോക്കാം. ഓ എന്നാ വാ. കിട്ടിയോടാ? ഇല്ല അല്ലാത്ത സമയത്ത് ഈ വീട്ടിൽ ലോട്ടറി ചവിട്ടിയ മനുഷ്യൻ വീഴും. എന്നിട്ട് നീ അച്ഛൻ ഇത് എവിടെ കൊണ്ട് വെച്ചേക്കുവാണ്? ജോസൂട്ടിയെ കിട്ടിയോ? ഇല്ലയാ, ഇനി ഈ വീട്ടിൽ നോക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എന്റെ കർത്താവ്, ഇനി ആ ലോട്ടറി ഞാൻ ആരോട് പോയി ചോദിക്കും? എന്ത് അങ്ങനെ ആകെ ഉള്ള പ്രതീക്ഷ അമ്മാമയായിരുന്നു. അമ്മാമയോട് വെച്ചപ്പോ അമ്മാമയ്ക്ക് ഇടത്തില്ല ലോട്ടറി എവിടെ. ഇനി ആരോട് ചോദിക്കും? അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇനി അച്ചായന് മാത്രമേ അറിയാവൂ. എടാ ജോസൂട്ടി, നിനക്ക് ചോദിക്കാൻ പറ്റുമോ അച്ഛനോട്? ഇടാ നീ പറയുന്ന പോലല്ല, നിനക്ക് അച്ഛൻ്റെ അളിയനെ അറിയാവോ? പാപ്പച്ചായനെ 25 പൈസയുടെ വിവരം ഇല്ലാത്തവർ. അച്ഛൻ എന്തിനും പറ്റി അങ്ങനെ എന്നെ എടുത്ത് ഉപ്പിലിടും. എന്തോ ചെയ്യും? ഒരാളുണ്ട്. ആര്? ആര്? നമുക്ക് നമ്മുടെ പള്ളിയിലച്ഛനെ കൊണ്ട് പറയിച്ചാല്. ആര്? നമ്മുടെ തിരുമാലയച്ചൻ. ആന്നു. എടാ അച്ഛനാവുമ്പോ അതിന്റെ കാര്യത്തിനൊക്കെ ഇത് പറഞ്ഞോളും, വേറെ കുഴപ്പമൊന്നുമില്ല. നീ പറഞ്ഞൊക്കെ ശരിയാ, പക്ഷെ നമ്മുടെ തിരുമാലയച്ചൻ്റെ ഇതൊക്കെ പറ്റുമോ? പറ്റത്തില്ല, പറ്റത്തില്ല, പറ്റത്തില്ല. ഞങ്ങൾ കൈവിടുന്ന. എടാ നീ പറയുന്നത് പോലെ അല്ല. ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് അവനെങ്ങാനും മരിച്ചു പോയാലോ? അങ്ങനെയാണെങ്കിൽ അച്ഛൻ കാരണം ഒരു കുഞ്ഞാട് സ്വർഗത്തിൽ പോയി അച്ഛനെ അഭിമാനിക്കാമല്ലോ. അതല്ലടാ ജോസൂട്ടി, നിനക്ക് അവൻ്റെ അളിയൻ പാപ്പച്ചനെ അറിയാമല്ലോ. കറിയാച്ചൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ എന്നെ വെറുതെ വിടുവോ? അങ്ങനെയാണെങ്കിൽ അച്ഛനെ സ്വർഗത്തിൽ പോകാമല്ലോ. അയ്യോ അച്ഛാ, ഈ പാപ്പച്ചാൻ ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല. ഇപ്പൊ കരിസ്മാറ്റിക്കിനൊക്കെ പോയി പള്ളിയും ധ്യാനവും ഒക്കെ ആയിട്ട് നല്ല സ്വഭാവമാണ്. നീ അത് പറയണ്ട, നിന്നേക്കാൾ നന്നായിട്ട് എനിക്ക് അവനെ അറിയാം. അച്ഛോ, അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കരുതെന്നല്ല അച്ഛോ കർത്താവ് പറയണ്ടുള്ളത്. കർത്താവിന് അങ്ങനെ പലതും പറയാം. പുള്ളിയുടെ കാലത്ത് ലോട്ടറി ഇല്ലായിരുന്നു, ഇതുപോലുള്ള അളിയന്മാരും ഇല്ലായിരുന്നു. അങ്ങനെ പറയല്ലേ വെച്ചാൽ അച്ഛൻ മനസ്സിൽ വെച്ചാൽ ഒരു കുടുംബം രക്ഷപ്പെടും. പക്ഷെ എന്റെ കുടുംബം അനാഥമാവുമല്ലോ. ജോസൂട്ടി, നീ ഇവനെ വിളിച്ചോണ്ട് പോയി. ഫാദർ ഇമ്മാനുവൽ തിരുമാനെ പറ്റി നീ എന്താ വിചാരിച്ചേ? എനിക്ക് കുർബാനയ്ക്ക് സമയമായി. പക്ഷെ പോകല്ലേ അച്ഛോ? രമേശാ വേണ്ട, അച്ഛനെ വിളിക്കണ്ട, നീ വാ നോക്ക് പോ. വേണ്ടടാ, അച്ഛനെ കാണാൻ വന്നത് നമ്മുടെ തെറ്റായിട്ട്. ആമോസ് അച്ഛനെ പോലെ പാവനമായ ഒരു മനസ്സ് അച്ഛനുണ്ടെന്ന് കരുതി നമുക്ക് തെറ്റിപ്പോടാ, നമുക്ക് തെറ്റിപ്പോയി. ലോട്ടറി അടിച്ച കാര്യം കറിയാച്ചാനോട് പറയേണ്ടത് ഈ നാട്ടുകാർ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അച്ഛനാണോ എന്ന് കരുതി നമുക്ക് തെറ്റിയടാ, നമുക്ക് തെറ്റി. ഈ ചുമസേക്ക് സ്വീകരിക്കട്ടെ. വാടപ്പാ ജോസൂട്ടി നിക്കണം, ഞാൻ വരാം. ഉറപ്പാണല്ലോ? ഞാൻ കാരണം ഒരു കുടുംബം രക്ഷപ്പെടുവാന്ന് രക്ഷപ്പെട്ടോട്ടെ. ഞാൻ വരാം. താങ്ക് യു അച്ഛാ. അപ്പൊ അച്ഛാ വൈകിട്ട് 4 മണിക്ക്. ഓക്കെ.
എന്റെ കർത്താവേ, എന്നെ നീ തന്നെ കാത്തോണേ. കറിയാച്ചോ, എന്താ അച്ചോ? ഇപ്പൊ എങ്ങനെയുണ്ട് കറിയാച്ച? കുറവുണ്ട് അച്ചോ. ഈ അമേരിക്കയിലൊക്കെ വലിയ സാമ്പത്തിക മന്ദിയോ അല്ലേ കറിയാച്ച? ഒറ്റ കാര്യം പറയാൻ കറിയാച്ചോ, ഞാൻ ഒരു കാര്യം പറയാം, താൻ ഞെട്ടരുത്. ഇല്ലച്ചോ, എന്താണെങ്കിലും പറഞ്ഞു. കറിയാച്ച, തനിക്ക് എനിക്ക് തനിക്ക് തനിക്ക് 2.5 കോടി രൂപ ലോട്ടറി അടിച്ച് കറിയാച്ചോ. കറിയാച്ച, അയ്യോ സന്തോഷം അയച്ചു. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടല്ലോ. കർത്താവ് എങ്ങനെയാ കറിയാച്ച? എപ്പോഴാ അനുഗ്രഹിക്കുന്നത് പറയാൻ പറ്റത്തില്ലല്ലോ. ശരിയാച്ചു. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്താ കറിയാച്ച? 2.5 കോടി കിട്ടുവാണെങ്കിൽ കിട്ടുവാണെങ്കിൽ ഞാൻ 1 കോടി രൂപ പള്ളിക്ക് തരുവച്ചു.